ഹല്ലേലൂയ. ഓക്കെ, മതി. ഇനി നിങ്ങൾ വേറൊന്നും ശ്രദ്ധിക്കാതെ ഈ കാര്യം വളരെ ശ്രദ്ധയോടെ ഇരിക്കുക, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറിപ്പോവുകയാണ്. ഇപ്പോൾ ഇരിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഈശോ പത്രോസിനോട് പറഞ്ഞു, നീ പാറയാകുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇവിടുന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. മാർപ്പാപ്പയെയും സഭയെയും ആര് എന്തുണ്ടാക്കിയാലും എതിര് പറഞ്ഞാലും ഒന്നും കേൾക്കാൻ പോണില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആരും സഭ തളരുന്നോ തകരുന്നോ ഒന്നും പറഞ്ഞത് കേട്ടുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ സഭയെ നിർവീര്യമാക്കാനോ തകർക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നത് ഈ ഒറ്റ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഇനി നമ്മൾ പറയാൻ പോണത് വേറൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് നേരെ കിടക്കാം. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഇത് ആരോടും പറയരുത്. ഏത്? ഈശോയെ കുറിച്ച് പറഞ്ഞു. ഏത്? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെന്നൊക്കെ പറഞ്ഞു, നിങ്ങളിത് ആരോടും പറയരുത്. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും ശ്രദ്ധിക്കണം. താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. ഇനിയാണ് നമ്മുടെ പ്രധാന പോയിന്റ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നീ അങ്ങനെയാണെങ്കിൽ ജെറുസലേമിലേക്ക് പോകണ്ട, ഞങ്ങളോട് കൂടെ തങ്ങ്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇവിടെയാണ് നമ്മുടെ പ്രധാന ഒരു പ്രബോധനം ഇപ്പോൾ വരുന്നത്. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനേ, എന്റെ മുമ്പിൽ നിന്ന് പോകും, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. ഒന്നെല്ലാവരും പറഞ്ഞേ, സാത്താനേ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. എന്റെ വലിയ കണ്ടുപിടുത്തം ഇതാണ്. നമ്മളെല്ലാവരിലും കിട്ടേണ്ട ആദ്യത്തെ ഡെലിവറൻസ്. സാത്താനേ, ആരോടായി പറയണേ? ആദ്യത്തെ മാർപ്പാപ്പയോടാ. മാർപ്പാപ്പയായിട്ട് അദ്ദേഹത്തെ വാഴിച്ചു, താക്കോലെല്ലാം തന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അഭിഷേകം വന്നിട്ടില്ല. വളരെ പ്രധാന ഒരു പോയിന്റാണത്. കാരണം കർത്താവ് പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, അവിടെ പ്രധാന പുരോഹിതന്മാർ ഇവരെല്ലാവരും എന്നെ പീഡിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ്, അവരെന്നെ വധിക്കും, എന്നാൽ 3-ാം ദിവസം ഞാൻ. ഈ അവസാന ഭാഗം അവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. മാത്രമല്ല, എന്താണ് ഉയർപ്പെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ പത്രോസ് നേരത്തെ പറഞ്ഞത് ദൈവം എന്റെ പിതാവ് വെളിപ്പെടുത്തി തന്നത് കൊണ്ടാണ്, നിന്റെ മാനുഷിക ഇതിലല്ല പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ പറയണത് എന്താ? മാനുഷികമാണ്. പത്രോസ് പതുക്കനെ ഈശോനെ മാറ്റി നിർത്തിയിട്ടേ, അങ്ങനെയാണെങ്കിലേ അങ്ങ് പോകണ്ട, ഇത് അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ പറയുള്ളൂ. ഒരാൾക്ക് ഇതേമാതിരി നിന്നെ ഞാൻ അവിടെ പോകുമ്പോൾ അവരെന്നെ കൊല്ലും, അവരെന്നെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഷോ,
അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകണ്ട, അങ്ങേക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ. അല്ലോ, ഇവിടെയാണ് വിവേചനത്തിന്റെ ആവശ്യം, ഇവിടെയാണ് ഡെലിവറൻസിന്റെ ആവശ്യം. നമ്മൾ വിചാരിക്കുന്നത് പിശാച് എന്ന് പറയുന്നത് എന്തോ കൊമ്പും കോലൊക്കെ വെച്ച് വരുന്ന എന്തോ സംഭവമാണെന്നാണ്. ഇവിടെ കൃത്യമായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പിശാച്? നിന്റെ ചിന്ത ദൈവികമല്ല, നീ എനിക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നു, നീ മാനുഷികമാണ് ചിന്തിക്കുന്നത്. ഇത് ഞാൻ ഈ വരദാനങ്ങൾ അഭിഷേകത്തില് ഈ മേഖല എടുത്തു കഴിഞ്ഞതോടെ വളരെ വലിയ ഫ്രീഡം കിട്ടിയ ഒരുപാട് പേർക്ക്. അപ്പോ പ്രധാനമായിട്ട് നമ്മുടെ ഒരുപാട് കണക്കുകൂട്ടലുകൾ കാര്യം, നമ്മൾ വലിയ സുവിശേഷ വേലകളൊക്കെയാണ് ചെയ്യണതെങ്കിലും നമ്മൾ അതിൻ്റെ എല്ലാം ഒരു ബേസിസ് ദൈവിക ചിന്തയല്ല, മാനുഷിക ചിന്തയിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിന് ശരിക്കും ഡെലിവറൻസ് തന്നെ വേണം. അപ്പൊ പിശാച് നമ്മൾ അറിയാതെ, ഇതാണ് ഉദാഹരണം വരുന്നത്, വയലിൽ നല്ല വിത്തുകൾ വിതച്ചു, പക്ഷെ ഇപ്പൊ കാണുന്നത് കുറെ കളകളാണല്ലോ. അപ്പോ യജമാൻ എന്തു പറഞ്ഞു? അതെ, നിങ്ങൾ രാത്രി ഉറങ്ങിക്കിടന്നപ്പോ പിശാച് വന്ന് വിതച്ചിട്ട് കടന്നു കളഞ്ഞു. അപ്പൊ ഈ കളകളെ കുറിച്ചുള്ള പ്രബോധനം കേൾക്കണം. ഈ കളകൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നെല്ലിന്റെ പാടത്തിന്റെ ഇടയ്ക്ക് കളകൾ, അങ്ങനത്തെ കളകളല്ല ഇത്. ഇത് ഒരു പ്രത്യേക കളകള് ആ ചെടിയെ വരിഞ്ഞു മുറുക്കി അതിനെ അങ്ങ് കംപ്ലീറ്റ് നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ഒരു തരം വിത്തിക്കണ്ണികളാണത്. അതിനെ ഈ കള എന്ന് പറയുന്നത് ആ പ്രധാന ചെടിയെ ചുറ്റും പടർന്ന് അതിനെ മുറുക്കി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇപ്പോ അതിനെ നിങ്ങൾ പറിക്കണ്ട, അത് പറിച്ചാൽ അതോടൊപ്പം ചെടിയും പറിച്ചു പോകും, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അതിനൊന്നും ചെയ്യണ്ട എന്ന പോലെ. ഞങ്ങൾ ഈ ഇടയ്ക്ക് ദർശനത്തിൽ കണ്ടു, ചില ആളുകളുടെ മേൽ ഒരു തരം ഈ മരത്തിന്റെ തൊകല് മാതിരി, മരത്തിന്റെ തൊലി ഇങ്ങനെ വീണ്ടിരിക്കുന്ന തൊലിയില്ലേ, അതുമാതിരി ഒരു തൊലി ഒരാളുടെ മേത്ത്. എന്നിട്ട് കർത്താവ് വന്ന്, അപ്പൊ നമ്മൾ ഡെലിവറൻസ് നടത്തിയപ്പോ കർത്താവ് വന്ന് അതിനെ പൊളിച്ചങ്ങ് മാറ്റി. പൊളിച്ചു മാറ്റിയപ്പോ ഇതിങ്ങനെ മേത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് മേത്തുള്ള കുറെ തൊലിയും കൂടി പറഞ്ഞു പോയി, അതുപോലെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ആകെ പ്രയാസമായത് കണ്ടപ്പോ. പക്ഷേ ഉടനെ തന്നെ കർത്താവ് വന്ന് അയാളെ അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ കർത്താവിന്റെ ശരീരത്തിലെ രക്തവും മാംസവും ഇയാളുടെ ശരീരത്തിൽ വന്ന് ഇയാള് വളരെ മനോഹരനായി മാറി. മനസ്സിലായോ? അപ്പൊ നമ്മളെ അള്ളിപ്പിടിച്ചിരിക്കുന്ന നമ്മൾ അറിയാത്ത ഒരുപാട് തെറ്റായ ബോധ്യങ്ങൾ, നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ രൂപം കൊണ്ടത്, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് രൂപം കൊണ്ടത്, നമ്മുടെ പഠന വേദിയിൽ നിന്ന് രൂപം കൊണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം വരികയാണ്. ഇവിടെ നമ്മള് ഡിവൈനിലെ ഉദ്യോഗസ്ഥ കൂട്ടായ്മ എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. വളരെ വലിയൊരു ഗ്രൂപ്പായിരുന്നു, ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു. വളരെ വിദ്യാസമ്പന്നരായ പ്രൊഫസർമാരും എഞ്ചിനീയേഴ്സും ടീച്ചേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൽ വർഷങ്ങളോളം ധ്യാനിപ്പിക്കാൻ എന്നെയാണ് പരക്കലച്ചൻ തിരഞ്ഞെടുത്തത്. ഞാനും ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലും ഒരു എഞ്ചിനീയറിംഗ് മൈൻഡ് എന്നുള്ള നിലയിലും അങ്ങനത്തെ ഒരു ധ്യാനത്തിൽ കണ്ടുമുട്ടിയ ഒരാളാണ് നമ്മുടെ ഷേർലി മാഡം. ആ ധ്യാനം കഴിഞ്ഞിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാണ്. ഞാൻ ഇപ്പൊ ചോദിച്ചു എന്താ? അല്ല, ഞാൻ അവിടെ ദൂരെ നിന്നിട്ട് ആളെ മനസ്സിലായില്ല, ഒന്ന് അടുത്ത് വന്നൊന്ന് കാണാൻ വേണ്ടി അടുത്ത് വന്നാന്ന് പറഞ്ഞ്. ഷേർലി ഇതെത്ര 27 വർഷം മുമ്പ് കാണല്ലേ, 30 വർഷമായിട്ടുണ്ടോ? എനിവേ, അപ്പൊ ഈ ധ്യാനത്തില്
ഒരു കന്യാസ്ത്രീ, ഒരു സിസ്റ്റർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ബ്രദർ പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാനൊരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ ആണെങ്കിലും ഒരാളോടും ഈശോയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കതിന് ആഗ്രഹവുമില്ല. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആഗ്രഹമില്ലാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുട്ടികൾ എൻ്റെ അടുത്ത്, പെൺകുട്ടികളാണ്, എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ ക്രൂശിത രൂപം എടുത്തുകൊണ്ട് ചോദിക്കും, ഇതാരാ? ഓ, അതിപ്പോ നിങ്ങൾ അറിയൊന്നും വേണ്ടെന്ന് പറയും. ഇത്രയും വരെ അവർക്ക് ഈശോയെ കുറിച്ച് പറയാൻ ഉണ്ടായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. സിസ്റ്റർ എന്തിനാ ഈ ജീവിതം മുഴുവനും ഇങ്ങനെ ആകിയെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികളുടെ ആകാംക്ഷയാണ്. ചിലപ്പോൾ ഒരു ദൈവവിളി ഉണ്ടാകാനുള്ള ചാൻസ് ആണ് അതൊക്കെ. എങ്കിലും സിസ്റ്ററിനൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ കരിസ്മാറ്റിക് ഗിഫ്റ്റ് ഉപയോഗിക്കേണ്ടത്. എന്താണ് ഇതിന് കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദർശനം വരികയാണ്. ദർശനത്തിൽ ഒരു കുട്ടി ഒരു സ്ലേറ്റും പുസ്തകമൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകണം. കുട്ടിക്കാലം, ഒരു 5ാം ക്ലാസ് വല്ലതൊക്കെ പഠിക്കണ്ടാവുമായിരിക്കും. പാവാടയും ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ടൊരു കുട്ടി. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സ്റ്റാച്ചു. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സ്റ്റാച്ചുവും ഇതൊക്കെ? അത് ഞങ്ങൾ സ്കൂളിൽ പോണ വഹിക്കാണ്. അപ്പൊ ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ കൊച്ച് എത്ര വർഷം, എത്ര ദിവസം ഇത് കണ്ടുകൊണ്ടും ഇത് വായിച്ചുകൊണ്ടാ പോയതും മുഴുവനും. മനസ്സിലായോ? അപ്പൊ ഇൻഅഡ്വർട്ടന്റ്ലി ഈ ഒരു സന്ദേശം അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ രൂഢമൂലമായി. അതുകൊണ്ട് അവർ അതിൻ്റെ ഒരു എമോഷനിലാണ് അവരെല്ലാം ചെയ്യണത്. അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനസ്സിലാവുണ്ടോ? അപ്പോ നോക്കുമ്പോ നല്ല കാര്യമല്ലേ? ഈ കേരളത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നു, നല്ലൊരു ആശയം. പക്ഷെ എന്താണ് സത്യം? മതം ഏതായാലും മനുഷ്യൻ നന്നായാലും രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. ആകാശത്തിന് കീഴെ മനുഷ്യന്റെ രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ ഇവിടെയാണ് ഞാൻ ആ പേഴ്സണൽ പെയറിലെ നമ്മുടെ അബോധ മനസ്സിലും മനസാക്ഷിയിലും കടന്നുകൂടാവുന്ന ഇതൊരു ഡെലിവറൻസ് തന്നെയാണ് വേണ്ടത്. മാനുഷിക ചിന്ത, നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. അപ്പൊ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഈശോയെ, ഇത് മനസാക്ഷിയിലങ്ങ് അങ്ങ് ഒരു 10 വർഷത്തെ അതിങ്ങനെ തറച്ച് കയറിയിരിക്കുകയാണേ. അതിനെ പറിച്ചു മാറ്റാൻ ഒരു വചനം ഉപയോഗിക്കണം. അതെന്ത് വചനമാണെന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവിടെ ഉപയോഗിച്ച വചനം ഇതാണ്: എന്റെ പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടും. മത്തായി 15:13. എന്റെ പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റണേ. ഇത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലുണ്ട്. അപ്പൊ നമ്മുടെ ബോധ മനസ്സിൽ ഒരു ഡെലിവറൻസ് ആവശ്യമുണ്ട്. ഈശോ ആ മരുഭൂമി അനുഭവത്തിൽ ഈശോയോട് പറഞ്ഞു, പിശാച്, അത് ഈശോയുടെ മാനുഷിക മനസ്സിൽ തന്നെ വന്നതായിരിക്കാം. നീ വിശന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞ അപ്പമാവൂലേ? പക്ഷെ അപ്പോ ആത്മാവ് ഈശോയെ നയിക്കുകയാണ്. ഇങ്ങനെയും എഴുതപ്പെട്ടിരിക്കുന്നു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ
അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. അപ്പോൾ ആ പിശാച് വിട്ടുപോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഡെലിവറൻസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ തന്നെ മനസ്സിൽ കടന്നുകൂടിയിരിക്കാവുന്ന പിശാചിനെ ഒഴിപ്പിക്കണം. എന്തിനു പറയണു? അന്ന് ഈ ധ്യാനത്തിൽ ഏതാണ്ട് 5000-ഓളം പേരുണ്ട്. ആ മനപ്പറമ്പിലെ വലിയ നിങ്ങളൊന്നും അന്ന് ഉണ്ടാവില്ലായിരിക്കും. നിങ്ങളൊക്കെ നവീകരണത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഒരു 25 വർഷം മുമ്പ് മനപ്പറമ്പിന് കണ്ടിട്ടുണ്ടോ? മേരിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? മനപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവ സ്ഥലമായിരുന്നു. ഞാനൊരു ധ്യാനം ധ്യാനിപ്പിച്ചത് 2000-ഓളം സിസ്റ്റർമാരായിരുന്നു. പെൻഗ്വിൻസിന്റെ മാതിരി ആ പ്രദേശം മുഴുവനും 2000-ഓളം സിസ്റ്റർമാർ. ഒന്ന് ആലോചിച്ച് നോക്കി. 300 അച്ഛന്മാരും നമ്മുടെ ധ്യാനം. എന്ത് ക്രേസായിരുന്നു വിശുദ്ധീകരണ ധ്യാനം. എന്നിൽ കത്തിപ്പടരണമേ എനിവേ. അപ്പം ഈ സിസ്റ്റർ അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ, ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറയും നിങ്ങളുടെയൊക്കെ എന്താണ് പുതിയ ബോധ്യം കിട്ടിയെന്നുള്ളത് പങ്കുവെക്കാനായിട്ടൊരു ചാൻസാണ്. ഇവര് ചാടിക്കേറിയിട്ട് ഇവരങ്ങ് പ്രഘോഷിക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആദ്യമായിട്ട് അവരിൽ ആ ഡെലിവറൻസിലൂടെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഡെലിവറൻസിന്റെ വേറെ ഉദാഹരണം കൂടി വരുന്നുണ്ടല്ലോ. അത് വേണ്ട. ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പോലും പറ്റില്ല ഇവിടെ. ഓക്കെ. അപ്പം നമ്മളിപ്പോ ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പോവുകയാണ്. ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഡെലിവറൻസിനാണ്. അപ്പൊ നമുക്കറിയില്ല. അപ്പൊ നമ്മളൊരു ബ്ലാങ്കറ്റ് ഡെലിവറൻസ് ആണ് നടത്തുന്നത്. അതായത് നമുക്കറിയില്ല നമ്മുടെ അകത്ത് എന്ത് മാനുഷിക ബോധ്യമാണ്. നമ്മള് പിശാചെന്ന് പറയല്ല ഇവിടെ പറയണത്. ഈശോ പറഞ്ഞത് സാത്താനെ എന്റെ പുറകെ പോവുക, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്, നീ എനിക്ക് പ്രതിബദ്ധമാണ്. നീ എനിക്ക് പ്രതിബന്ധമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പത്രോസിനെ ആദ്യത്തെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തിരിക്കുന്ന ആ മാർപ്പാപ്പ ഈശോ നടത്താൻ പോകുന്ന രക്ഷാകര പദ്ധതിക്ക് പ്രതിബന്ധമാകുന്നു. ആ മാർപ്പാപ്പയുടെ മേൽ തന്നെ ഈശോ ഡെലിവറൻസ് പ്രയർ നടത്തുകയാണ്. അതിന് കാര്യകാരണ സഹിതം അവിടെ പറയുകയാണ്. കൃത്യം കാരണം എന്താ? നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്, നീ എനിക്ക് പ്രതിബന്ധമാണ്. നമ്മളെല്ലാവരെയും സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്കത് പറ്റണില്ല. ഇത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ഇങ്ങനെ കുറെ എന്ത് വാക്കാ പറയേണ്ടത്, കുറെ സംഭവങ്ങൾ നമ്മുടെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അമൃതമായാൽ അമൃതം വശം, താൻ ബാധി ദൈവം ബാധി. ഏത് വചനം അത്? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ അകത്ത് കടന്നിട്ട് നമുക്ക് തന്നെ ഒരു പിടിപാടില്ല. എന്തുകൊണ്ടാണ് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റാത്തത്? അപ്പോ നീ എനിക്ക് പ്രതിബന്ധമാണ്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ അകത്തുണ്ട്. നമ്മളിൽ വരദാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ടും സുവിശേഷ പ്രഘോഷിക്കുന്നതിന് തടസ്സമായിട്ടും നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതിന് തടസ്സമായിട്ടും ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, സ്കൂളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. മൈസൂർ വെച്ചിട്ടാണ് ഈ കൊച്ചിലേശ പുണ്യവതിയുടെ സ്കൂൾ തന്നെയാണ് തോന്നുന്നത്. സിസ്റ്റർമാർ നടത്തുന്ന വലിയൊരു സ്കൂള്. അവര് അപ്പൊ ഞാൻ മൈസൂർ ഇങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്യണ കണ്ടപ്പോ ആൾക്കാർ പറഞ്ഞു, ഈ തോമസ് പോൾ ബ്രദറിനെ വിളിച്ചിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അവർ പരീക്ഷയ്ക്ക് എഴുതാൻ പോവുകയാണ്, അവർക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഈ യേശു എന്ന് പറയരുത്, ദൈവം എന്ന് പറയാൻ പാടുള്ളൂ. അപ്പൊ ഞാനെന്ത് ചെയ്യാൻ പറ്റും? ഈശോന്റെ രൂപം എന്താ അവിടെ ഇരിക്കേണ്ടത്?
അപ്പോ ഞാൻ പറഞ്ഞ് ആദ്യം ഞാൻ വിചാരിച്ച അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്നെ കേറ്റൂല അല്ലേ, അത് പറ്റൂല എന്ന് പറഞ്ഞാൽ അന്നാ ശരി നിങ്ങൾ വരണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾക്ക് അവിടെ പോയും വേണം, എന്നാൽ സൂത്രത്തിൽ കാര്യം തരണം. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം സ്കൂളിൽ ചെന്നപ്പോ ഈ 10ാം ക്ലാസ്സിലെ കുട്ടികൾ 250 കുട്ടികളുണ്ട്. അവരെല്ലാം ഒരു ഹാളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ 9ാം ക്ലാസ്സിലെ കുട്ടികൾ ബഹളുണ്ടാകുന്നു പറഞ്ഞു, ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ കയറാനല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവരെയും കൊണ്ടുവന്നു. അപ്പൊ 500 പിള്ളേരായി. അപ്പൊ 8ാം ക്ലാസ്സിലെ പിള്ളേരെ വേറുണ്ടാക്കാൻ തുടങ്ങി, ഞങ്ങൾ ഹൈസ്കൂളിലല്ലേ, ഞങ്ങളെയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് ഹൈസ്കൂള് 750 കുട്ടികളും അവരുടെ ടീച്ചർമാരും എല്ലാം അവിടെ കൂടിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നാൽ യേശു എന്ന പേര് പറയാൻ പാടില്ല. ഇതാണ്. അപ്പോ അവിടെ ഒരു ക്രൂശിത രൂപം ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഇതാരാണത്? അവര് പറഞ്ഞു, യേശു. അപ്പൊ ഈ പ്രിൻസിപ്പളും ടീച്ചർമാരും അവിടെ വരാൻ്റെ നോക്കണ്ട്, ഒരിക്കലും കണ്ണും തുറപ്പിച്ച് നോക്കാണ്. ഞാൻ പറഞ്ഞില്ല. അതാണ് പരിശുദ്ധാത്മാവ് നയിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, ഇതാരാ ഈ യേശു? അപ്പൊ കുറച്ച് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട്, യേശു ദൈവപുത്രനാണ്. പിന്നെ ഞാൻ ചോദിച്ചു, ഈ ദൈവപുത്രനും ആ യേശുവും നിങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നിങ്ങൾ ആരാ? ഞങ്ങൾ ദൈവമക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ മകനായ യേശു ദൈവത്തിന്റെ മകനാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾ യേശുവിന്റെ സഹോദരങ്ങളാണ്. അപ്പൊ ഈ ക്രൂശിത രൂപത്തിൽ ഈശോയുടെ മേത്തൊക്കെ രക്തം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ സഹോദരനായ യേശുവിന്റെ മേത്തൊക്കെ ഈ രക്തം എങ്ങനെ വന്നു? കുട്ടികളാകെ വിഷമിക്കാൻ തുടങ്ങി. അപ്പൊ ആരോ പറഞ്ഞു, യേശു ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി എന്നൊക്കെ ഉണ്ടോ? ആ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ യേശു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഞാനങ്ങ് പറഞ്ഞു. അപ്പൊ ഒരു കുട്ടിയെ എഴുന്നേറ്റ് ചോദിക്കാൻ, കിട്ടിയില്ലെങ്കിലോ? ശരാ, ഞാൻ പറഞ്ഞു, കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ പ്രീച്ചിങ് അവസാനിപ്പിക്കും. ഞാൻ എന്താ പറഞ്ഞത് പിന്നീട്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം എന്ന് പറയുന്നത്. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ട്, അവർ യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. യേശുവിന്റെ നാമം പറയുന്നവരുടെ എല്ലാ രോഗവും സൗഖ്യമാകും. എന്തിനു പറയണു? ഞാനൊരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു, ഈ കുട്ടികളെല്ലാം കൂട്ടക്കരച്ചിലായി. പരിശുദ്ധാത്മാവോട് നിറഞ്ഞു. ഓരോരുത്തരുടെയും ഞാൻ ഓരോരുത്തരും ചോദിച്ചു, വയറ്റുവേദന മാറുന്നു, തലവേദന മാറുന്നു, എല്ലാ രോഗങ്ങളും മാറി. എല്ലാവർക്കും രോഗശാന്തി. കൂട്ടത്തില് ഈ ഒപ്പോസിഷൻ പാർട്ടിയുടെ ആൾക്കാരാണ് ടീച്ചർമാര് പലരും. അതുകൊണ്ടാണ് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്. ആ ടീച്ചറിനും രോഗശാന്തി കിട്ടി. അവര് ഉച്ച കഴിഞ്ഞപ്പോ പറയാതെ എൻ്റെ അമ്മായിയമ്മേനെ ഒന്ന് കൊണ്ടുവരണം, അവർക്കും ഒന്ന് സൗഖ്യ പ്രാർത്ഥന നടത്തണം. എങ്ങനെ എനിവേ 3 മാസം കഴിഞ്ഞപ്പോ ഈ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് 100% എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടുകയും ഡിസ്റ്റിങ്ഷൻ കിട്ടുകയും ചെയ്ത ആദ്യത്തെ ഇയറാണെന്ന് പറഞ്ഞു.
അപ്പൊ നമ്മള് വിശ്വാസം, ഞാനത് ഇപ്പോഴും ചിന്തിക്കാൻ, ആ കൊച്ചു ചോദിച്ച ചോദ്യത്തിന് ഞാൻ അത് ഉത്തരം പറഞ്ഞ കാര്യം, മാറിയില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, മാറിയില്ലെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് മൈ പ്രീച്ചിങ് ബിക്കോസ് ഐ ബിലീവ്. അത് എൻ്റെ അകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കി പറഞ്ഞൊന്നല്ല, ഇറ്റ് ബിക്കെയിം എൻ്റെ ഒരു ഹൃദയത്തിന്റെ ശബ്ദമാണത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ വിശ്വാസമാണ് ഈ അരിയാസായ പൊട്ടിക്കുന്ന മാതിരി ഈ പരിശുദ്ധാത്മാവിനെ തെറിപ്പിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ ശബ്ദം കൊണ്ട് നമ്മളിലോ മറ്റുള്ളവരിലോ ഉള്ള അന്ധവിശ്വാസത്തെയും മാനുഷിക ചിന്തകളെയും we have to dispel the darkness. അപ്പൊ നമ്മൾ ഇന്നത്തെ വർക്ക്ഷോപ്പിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത്, കർത്താവ് എനിക്കറിയില്ല, എൻ്റെ അകത്ത് എന്ത് ഇത്തരം കാര്യമായാലും മതിയോ, ഈശോ എന്ന് പറയണ്ട കേട്ടോ, ദൈവം എന്ന് പറഞ്ഞാൽ മതി, അത് മതി നമ്മുടെ വിശ്വാസക്കുറവിന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളെ നമ്മളെ ആൾക്കാർ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യണത്. നമ്മളവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർ പറയണമാതിരി ചെയ്യണം, പക്ഷെ ഇങ്ങനെയും ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ അബോധ മനസ്സിൽ, ഉപബോധ മനസ്സിൽ, ബോധ്യങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന ഈ പിശാചിനെ. അപ്പൊ ഈ പത്രോസിന്റെ ഒരു നല്ല റെഫറൻസാണ്. ഇതിന് ഒരാളുടെയും വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല, യേശുക്രിസ്തു തന്നെ വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് നിന്റെ പിശാച്? നിന്റെ മാനുഷിക ചിന്ത. ഇത് നിങ്ങൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഈ സഭ മുഴുവനും, സഭയെ കുറ്റം പറയല്ല, ഈ ഇന്നത്തെ ദൈവജനം മുഴുവനും ഒരു വിധത്തിൽ മാനുഷിക ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, 35 വർഷമായിട്ട് ഒരുപാട് പേര് സുവിശേഷ വേല ചെയ്യുന്നവരുണ്ടാകാം, പക്ഷെ പലരും ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നു. പക്ഷെ എന്നെ കർത്താവ് അങ്ങനെയല്ല ചെയ്യിച്ചത്. എല്ലാ ജോലിയും ഉപേക്ഷിപ്പിച്ച് ഫുൾ ടൈം സുവിശേഷ വേല. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കും? കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല. ഈശോ പറഞ്ഞു, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, നീ അവയേക്കാൾ ശ്രേഷ്ഠനാണോ? തീർച്ചയായിട്ടും. അതാണ് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റും അപ്പോയിന്റ്മെന്റ് ലെറ്ററും പേ സ്ലിപ്പും എല്ലാം. ഇപ്പൊ 35 വർഷമായിട്ട് ഇതേ പൊസിഷൻ തന്നെയാണ്. എനിക്ക് എവിടെ നിന്നോ ഒരു ഇൻകം ഇല്ല, ഒരു സ്റ്റൈഫൻഡ് ഇല്ല, ഒരു പോക്കറ്റ് മണി ഇല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഫോറിനിൽ ജോലി ചെയ്യണ എല്ലാ അച്ഛന്മാർക്കും നല്ല ശമ്പളമുണ്ട്, അറിയാമോ? എല്ലാ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും നല്ല ശമ്പളമുണ്ട്. ഞാൻ അവരെ കുറ്റം പറയാ, അവരെ വിമർശിക്കുകയല്ല. എന്നാൽ നമ്മൾ ഒരു ശമ്പളവും ഇല്ലാണ്ട്, ഒരു പോക്കറ്റ് മണി ഇല്ലാണ്ട് ആണ് ജോലി ചെയ്യണത്. എന്നാൽ നമ്മൾ ജോലി ചെയ്യണവന് കൂലിക്ക് അർഹനാണ്, ആ കൂലി ആരെങ്കിലും തരും. ഇങ്ങനെ വിശ്വസിച്ച് ചെയ്യണ എത്ര പേരുണ്ടെന്ന് പറയും? ഇങ്ങനെ വിശ്വസിച്ച്. അപ്പൊ ഇതാ വചനം, അന്ന് കൃത്യമായിട്ട് ആ വചനം എൻ്റെ ഉള്ളിൽ വന്നു. അപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വീട്ടിൽ പട്ടിണിയാണ്. അപ്പൊ ഭാര്യ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? അപ്പൊ ഒരു ദിവസം വൈകുന്നേരത്ത് അവിടെ കിച്ചൺ നോക്കിയിരുന്ന്, നമ്മള് 2 ഫ്ലാറ്റാണ്, ഒരു ഫ്ലാറ്റിൽ 10-26 പേരുണ്ട്, നമ്മുടെ ടീം 26 പേര്, ഓരോ മുറിയിൽ നിറച്ച ആൾക്കാർ. അപ്പൊ ആ പെൺകുട്ടി വന്നിട്ട് പറയാണ്, ബ്രദറെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ല. ശോഭതി എന്തേ പറയാഞ്ഞേ എന്ന് പറഞ്ഞ് ഞാൻ പേഴ്സിൽ നോക്കിയപ്പോ പേഴ്സിലും പൈസ ഒന്നുമില്ല. അപ്പൊ ഭാര്യ ഒന്ന് സൂക്ഷിച്ചു നോക്കി, കണ്ടോ വല്ല കാര്യമുണ്ടോ, നല്ല ജോലി കാശൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ
കാര്യത്തിന് വന്ന് അവനവൻ്റെ വീട്ടിലും ഇല്ല, മറ്റുള്ളവർക്കും കൊടുക്കാൻ ഒക്കെ ഈ രീതിയിൽ ചിന്തിച്ച് കാണുമായിരിക്കും. അപ്പൊ ഞാൻ വീണ്ടും കർത്താവേ, അപ്പൊ കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണം കിട്ടുന്നതിന് മുൻപ് നിനക്കും നിന്റെ ആളുകൾക്കും ഭക്ഷണം കിട്ടും. യെസ്, ഞാൻ വിശ്വസിക്കുന്നു. പോയി കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഞങ്ങൾ പള്ളിയിൽ പോകാനിരിക്കുന്ന നേരത്തെ അവിടെ ഒരു വാരിക്കൊട്ടയിൽ നിറച്ച അപ്പവും ഏത്തപ്പഴവുമായിട്ട് ഒരാൾ വന്ന് നിൽക്കണം. അപ്പോ ആ പെൺകുട്ടി തന്നെ വന്നേ, ഇവിടെ ഒരാളൊരു വാരിക്കൊട്ട നിറച്ച അപ്പം. അയാൾ എന്തിനു വന്ന്? ഇവിടെ ഇങ്ങനെ ആരും വരാറില്ല. അയാൾ പറഞ്ഞു, ഇല്ല, ഇന്നലെ വൈകുന്നേരത്ത് കർത്താവ് പറഞ്ഞെന്താ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് നിനക്ക് ഭക്ഷണം കിട്ടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ് നീ, എവിടെ നിന്നാ വന്നേ? അപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് തന്നു. വിസിറ്റിംഗ് കാർഡ് വായിച്ചപ്പോൾ ആള് മനസ്സിലായി. എന്ന് മേടിച്ചു വെച്ചു. ഞാൻ പള്ളിയിലത്തെ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ചോദിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രേരണ കിട്ടി? കാരണം ഇന്നലെ കർത്താവ് നമ്മളോട് പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതും കർത്താവിന്റെ സ്വരം കേട്ട് കാണുമല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, ഇന്നലെ ഞാനും ആളിവിടെ ഇരിക്കുന്നുണ്ട്, ഞാനും ഷേളിയും വൈകുന്നേരം ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോ ഷേളി പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും കുറച്ച് ബ്രെഡും ഏത്തപ്പഴവും ഒക്കെ ബ്രദറിന്റെ മിനിസ്ട്രിയിലേക്കൊന്ന് മേടിച്ചയച്ചു കൊടുക്കാൻ, നാളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ. അതെത്ര മണിക്കാ? കൃത്യം 7 മണിക്ക്. കണ്ടോ, ഇറ്റ്സ് എ വിറ്റ്നസ് ഹിയർ. അപ്പോ ഇത് നിങ്ങൾ ആർക്കെങ്കിലും കൂടി ആവശ്യമാണ്. കാരണം ദൈവം പരിപാലിക്കുന്നു എന്നുള്ളതിനെ 100% വിശ്വസിക്കണം. ദൈവം പരിപാലിക്കുന്നു. എന്നാൽ നമ്മൾക്ക് ചിലപ്പം അല്പം ബുദ്ധിമുട്ട് തരും, എന്നാലേ ഈ പരിപാലനം മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഒന്നുമില്ല ഭക്ഷണത്തിന്. അപ്പോഴാണ് ഹബക്കൂക്കിന്റെ ദർശനം കാണുകയാണ്. ഹബക്കൂക്ക് വയലിലേക്ക് പോണ സമയത്ത് ഹബക്കൂക്കിനോട് കർത്താവ് പറയാണ്, നീ ഇത് ബാബിലോണിലെ സിംഹക്കുഴിയിലുള്ള ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കാം. ദാനിയേല് ഇത് കണ്ടപ്പോൾ പറയാണ്, കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ, നന്ദി പറയണം. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ ഹബക്കൂക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും അന്ന് വൈകുന്നേരം ഒരാൾ അതിലെ പോയ ഒരാള് എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. ബ്രദറെ, സുഖമാണോ? ഞാനിതിലെ പോയപ്പോ ഒന്ന് ഓർത്തുപോയി, അപ്പൊ ഒന്ന് കയറി കാണാന്ന് വിചാരിച്ചതേ, ഇത് വെച്ചേക്കെന്ന് പറഞ്ഞു. ഒരു 3000 രൂപ തൽക്കാലത്തേക്ക് ഹബക്കൂക്ക് വന്നു. അപ്പോ ഇങ്ങനെ ഓരോ ദിവസവും വളരെ വളരെ വേറൊരു ഉദാഹരണം കൂടി പറയാം. ഒരു ദിവസം രാവിലെ ജർമ്മനിയിൽ വെച്ച് എന്നോട് ഈശോ പറഞ്ഞു, ഇന്ന് ഞാൻ നിനക്ക് 5000 യൂറോ തരും എന്ന് പറഞ്ഞു. മിനിസ്ട്രിയുടെ ആവശ്യങ്ങൾക്കായിട്ട് കാശ് വേണമായിരുന്നു. എവിടെ ചോദിക്കും, എങ്ങനെ ചോദിക്കും എന്ന് ഒരു ഐഡിയയും ഇല്ല. അപ്പോ കർത്താവ് പറയാണ്, ഇന്ന് ഞാൻ നിനക്ക് 5000 യൂറോ തരും. ഞാനത് ഉടനെ എഴുതി വയ്ക്കും ഡയറിയിൽ. കർത്താവ് അരുൾ ചെയ്തു, ഇന്ന് ഞാൻ നിനക്ക് 5000 യൂറോ തരും. കർത്താവ് പറഞ്ഞാൽ കർത്താവ് അത് നടത്തും. അപ്പൊ ഇത്ര വേഗം നടത്തുമെന്ന് വിചാരിച്ചില്ല അന്ന്. അപ്പൊ രാവിലെ ഒരു 7 മണിക്കാണ് സംഭവിക്കണേ. 7 മണി മുതൽ 8 മണി വരെ കൗൺസിലിംഗ് സെഷനാണ്. 4 പേര് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആ സെക്രട്ടറി അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന പെൺകുട്ടി പറയാണ്, there is someone has come without termine, without appointment. Should we take it? No problem. നമുക്ക് ഇവിടെ ടെർമീൻ വല്ലതും ഉണ്ട്? നമ്മളിവിടെ ആൾക്കാരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അവര് ടെർമീൻ അനുസരിച്ച് ആൾക്കാരെ എടുക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം, ലെറ്റ് ഹിം കം. അപ്പൊ അയാൾ ഒരു വീൽ ചെയറിലാണ് വന്നേക്കണം, ഒരു വയസ്സായ ആള്.
എനിക്ക് പരിചയമുള്ളതാണ്, ധ്യാനങ്ങൾക്കൊക്കെ വരുന്ന ആളാ. അങ്ങനെ അവിടെ നിന്ന് പറയാൻ, തോമസ്, ഐ നീഡ് ഓൺലി 1 minute. 1 minute. ഐ നീഡ് ഓൺലി 1 minute. അദ്ദേഹം വന്നിട്ട് പറയാണ്, തോമസ്, ടുഡേ മോർണിംഗ് the Lord told me you need 5,000 euro. This is it. Praise the Lord. ഇങ്ങനെയാണ് കർത്താവ് നയിക്കുന്നത്. കർത്താവിന്റെ വചനത്തിന്റെ ശുശ്രൂഷകരെ ഒരിക്കലും കർത്താവ് തിരസ്കരിക്കയില്ല. മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താവശ്യമുണ്ടോ ഇങ്ങോട്ട് ആൾക്കാർ വന്ന് പറയാണ്, ഇത് നിനക്ക് ആവശ്യമുണ്ട്, ഇത് നീ മേടിക്കും. അപ്പോ നമ്മള് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നവരെ നിസ്സാരക്കാരല്ല. പക്ഷെ നമ്മളെ അതേ സമയത്ത് മനുഷ്യരുടെ വാക്കുകളും മാനുഷിക ബോധ്യങ്ങളും പിശാചുക്കളെ പോലെ നമ്മളെ പീഡിപ്പിക്കുമ്പോൾ അതിൽ നിന്നും നമ്മൾ ശരിക്കും ഡെലിവറൻസ് നടത്തി രക്ഷപ്പെടുകയും, കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് 100% പരിപാലിക്കും എന്ന് വിശ്വസിക്കണം. അപ്പോഴേ ശുശ്രൂഷയ്ക്ക് ഒരു അഭിഷേകമുള്ളൂ. നമ്മൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ നമ്മളുടെ ഒരു കഴിവുമല്ല ശുശ്രൂഷ നടത്തുന്നത്. നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. ഒരുപക്ഷെ ഇതിലൂടെ ആർക്കോ എന്തോ സഹായം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ പരാജയപ്പെടുത്താൻ, ശുശ്രൂഷകളെ തടസ്സം നിൽക്കുന്ന, പ്രതിബന്ധം സൃഷ്ടിക്കുന്ന എല്ലാ പൈശാചികതകളെയും, എല്ലാ മാനുഷിക ചിന്തകളെയും ഞങ്ങൾ തിരസ്കരിക്കുന്നു. The name of Jesus, we command all evil affliction to leave now. In the name of Jesus, anoint us, anoint us. ഞങ്ങളുടെ അഭിഷേകം നൽകണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എല്ലാ പൈശാചികതകളെയും തിരസ്കരിക്കുന്നു. In the name of Jesus, set us free. In the name of Jesus, set us free. ഇത് കേൾക്കുന്നവർ, യൂട്യൂബിൽ കാണുന്നവർ, ലോകമെമ്പാടും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും ഞങ്ങളെ ചിന്തിപ്പിക്കുന്ന, ഞങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ മാനുഷിക ബോധ്യങ്ങളിൽ നിന്നും, ഞങ്ങളുടെ വരദാനങ്ങൾ അഭിഷേകമാകുന്നതിന് തടസ്സം നിൽക്കുന്ന, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ മാനുഷിക ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ. In the name of Jesus, deliver us. Praise the Lord. ഇപ്പൊ ആർക്കോ ശക്തമായ നടുവേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ടല്ലോ. നടുവേദന, നടുവേദന. മഞ്ജു ഒന്ന് എഴുന്നേറ്റ് നോക്കേ. കുറഞ്ഞു? ഒന്ന് നടന്നൊന്ന് നോക്കി, ഇങ്ങോട്ട് വന്ന് നോക്കി. കുമ്പിട്ട് നോക്ക്. കുറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഒന്ന് പറയണോ? കർത്താവ് എന്തോ സൗഖ്യം തന്നമായി തോന്നുന്നുണ്ടല്ലോ. കർത്താവേ നന്ദി. കർത്താവ് ഓക്കെ, താങ്ക് യു. ആരുടെയോ മറ്റൊരാളുടെയും ഇതിപ്പോ ബാക്ക്, ലോവർ ബാക്കിനാണ് ഈ
ബാക്കില് മുകളിലായിട്ട് വേദനയുള്ള ആരെയൊരാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ബാക്കില് ഈ നെഞ്ചിന്റെ പുറകുവശത്തായിട്ട് വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ആരാണെന്ന് പറയാമോ? നിനക്കങ്ങനെയാ? എന്നിട്ട് നോക്കി ഇപ്പൊ ഇല്ല. ഷാജിക്കാകാൻ സാധ്യതയുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. നമ്മളിപ്പോ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കണോ? ഇന്നലത്തെ ഗ്രൂപ്പ് തന്നെ മതിയോ? ഗ്രൂപ്പ് ഷഫിൾ ചെയ്യണോ? ഷഫിൾ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്നാ നമുക്ക് നിർത്താം. ഇത് ഇപ്പൊ സമയം